വന്നോ കോളേജ് കുമാരി? എവള് കോളേജിൽ പോവാന്ന് പറഞ്ഞിട്ട് നിന്റെ വീട്ടിൽ വിരുന്നിന് വന്നോ? അല്ല, വെറും കൈയോടെ പോകണ്ടെന്ന് വിചാരിച്ചായിരിക്കും എന്നോട് ഫീസ് ഒന്നും പറഞ്ഞ് കാശ് വെച്ചല്ലേ? മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരിക്കലും മാറില്ല. എന്താടി, ആയിരപ്പുറയിലെ മരുമകളായപ്പോ നിനക്ക് അഹങ്കാരം കൂടിയോ? വന്ന് കേറുന്ന ഉടനെ ചീറ്റുന്നുണ്ടല്ലോ. ചിറ്റേ, കല്ലു ഇന്ന് കോളേജിൽ പോയിട്ടില്ല, അതറിയോ നിങ്ങക്ക്? റോഡിൽ നിന്ന് കരയായിരുന്നു ഇവള്. എന്താടി നീ കോളേജിൽ പോയിരുന്നേ? കോളേജിൽ പോണെങ്കിലേ ഫീസ് അടയ്ക്കണം. ആ ഒരു ചിന്തയൊന്നും നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ. ഫീസ് അടയ്ക്കാൻ പറ്റാത്ത തന്നെ റോഡിൽ നിന്ന് കരയുന്നതിന് പകരം ഇവൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? അപ്പൊ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങള്? പഠിക്കാനല്ലേ ഇവള് കാശ് ചോദിച്ചത്? കൊടുത്താൽ എന്തായിരുന്നു പ്രശ്നം? ഞാനാണ് ഇവളെ പഠിപ്പിക്കാൻ വിട്ടത്, നീയല്ലേ? അപ്പൊ ഇവളുടെ പഠിപ്പ് തീരുമാനം എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നീയാ. കല്യാണം കഴിഞ്ഞ് നീ നിന്റെ കാര്യം നോക്കി അങ്ങ് പോയി. എന്നിട്ട് നീ ഞങ്ങളെ ചോദിച്ചിട്ട് കാര്യമുണ്ടോടി? ഉണ്ടോടി? എവള് പഠിച്ച് കലക്ടറോ ഡോക്ടറോ ആവണോന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല. അല്ലെങ്കിലേ ഇവക്ക് ഇച്ചിരി നാക്ക് കൂടുതല, അഹങ്കാരവും. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് എവള് ഒരു വിലയും തരുന്നില്ല. ഇനി വലിയ പഠിപ്പുകാരിയായി കഴിഞ്ഞാ പിന്നെ എവള് നേരത്ത് നിൽക്കത്തില്ല. നിനക്ക് അനിയത്തോട് അത്ര സ്നേഹമാണെങ്കിലേ നീ ഒരു കാര്യം ചെയ്യും, നീ എവളെയും കൊണ്ട് ആയിരപ്പുറ കൊണ്ട് നിർത്തി പഠിപ്പിക്കും. എന്താടി ഒന്നും മിണ്ടാത്തത്? നീ നിന്റെ ബാലമാമനോട് പറയടി ഇവക്ക് പഠിക്കാനുള്ള കാശ് കൊടുക്കാൻ. സ്വന്തം മകളെ നോക്കാൻ കഴിവില്ലാത്തവർക്ക് ബാലമാമയുടെ പേര് പോലും പറയാനുള്ള അർഹതയില്ല. പഠിക്കാനാണെന്ന് പറഞ്ഞാലേ എത്ര അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്ന കാശാണെങ്കിലും എടുത്തു കൊടുക്കും എന്റെ ബാലമാമ. കല്ലുവിന് പണം കൊടുക്കാന്ന് ബാലമാമ പറഞ്ഞതാ, ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എവളെ പഠിക്കാനുള്ള കാശൊന്നും എന്റെ ഇല്ല. വിവരമില്ലാത്ത നിങ്ങക്ക് പഠിപ്പിന്റെ വില അറിയാൻ പാടില്ല. നീ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നാണോ? ചിറ്റേ, നിങ്ങളുടെ സ്വന്തം മോളല്ലേ കല്യാണി? അവളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കേണ്ട നിങ്ങളല്ലേ? നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോയിട്ടെങ്കിലും കല്ലുവിനെ പഠിപ്പിക്കണ്ടേ? അതും പോട്ടെ, തൽക്കാലത്തേക്ക് ആരോടെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും ഇവൾക്ക് കാശ് കൊടുക്കായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇവളുടെ മനസ്സിൽ നിങ്ങൾക്കുണ്ടാവുന്ന സ്ഥാനം എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കല്ലു, നീ ഇനി ഒരു കാര്യത്തിനും ഇവരുടെ മുന്നിൽ കൈനീട്ടാൻ പോരുത്. എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, ഞാൻ നോക്കിക്കോളാം നിന്റെ കാര്യങ്ങള്. നീ പഠിച്ച് IFS എടുത്തു കഴിയുമ്പോ എന്റെ മകളാന്നും പറഞ്ഞ് അഭിമാനിക്കട്ടെ ഇവര്. നിങ്ങൾ എനിക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഉപദ്രവല്ലാതെ. കല്യാണം കഴിഞ്ഞിട്ട് എന്നെ അക്കുച്ചേട്ടനെ ഇങ്ങോട്ടേക്ക് വിളിച്ച് ഒരു ഗ്ലാസ് ചായ തരാനുള്ള മര്യാദയിലും കാണിച്ചിട്ടുണ്ടോ? ഞാനും അക്കുച്ചേട്ടനും ഒളിച്ചോടി പോയി നിങ്ങക്ക് നാണക്കേടൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നിങ്ങളും കൂടിയാ. അതെങ്ങനെയാ? സ്വന്തം കാര്യം നോക്കല്ലാതെ നിങ്ങക്ക് മക്കളുടെ കാര്യം നോക്കാൻ എവിടെയാ നേരം? ഹലോ മോളെ, ഞാൻ പോവാ, നീ വിഷമിക്കണ്ട. നിന്റെ പേരിൽ ഞാനൊരു ചിട്ടി ചേർന്നിട്ടുണ്ട്, അത് ഞാൻ പിടിച്ചുതരാം. ചേച്ചി വിഷമിക്കണ്ട. നീ ഇത്രയും കാലം എവളെ കണ്ടല്ലേ തുള്ളിയത്? ഇനി നീ നോക്കിക്കോ, നീ ഇവിടെ കിടന്ന് മരകിക്കും. ബാലമാമേ, എന്തെയ്യാ ആലോചിക്കുന്നത്? മോൾ അമ്മായി പറഞ്ഞൊന്നും മനസ്സിൽ വെക്കരുത്. ഇല്ല ബാലമാമേ, അമ്മായി ഞാൻ ചെറുപ്പം മുതൽ കാണുന്നല്ലേ. അമ്മായി അങ്ങനെ സംസാരിക്കും, അങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ.
മനസ്സിലൊന്നും വെക്കാതെ എല്ലാം വെട്ടി തുറന്നങ്ങ് പറയും. ദേഷ്യം വിഷമം എല്ലാം മനസ്സിൽ കൊണ്ടു നടക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത്. ബാലമാമയ്ക്ക് അറിയാലോ, എന്നെ ഈ വീട്ടിലെ മരുമകളായി അമ്മായി ഒരു ചെറിയ സ്ഥാനം തന്നിട്ടുണ്ട്. മോളെന്താ പറഞ്ഞു വരുന്നേ? ബാലമാമേ, അമ്മായി അത്രയും ദേഷ്യത്തിൽ സംസാരിച്ചപ്പോഴും ഒരു കാര്യം പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നോ? എന്താ മോളെ? ഈ വീട്ടിലേക്ക് അനിയത്തിയും മറ്റുള്ളവരെയും കൊണ്ടുവരുന്ന എന്തിനാന്ന്. അതിനർത്ഥം മനസ്സിലായോ ബാലമാമയ്ക്ക്? ആ, ഞാനിവിടുത്തെ മരുമകളാണെന്ന്. അതുകൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് ആരും വന്നെന്നെ ശല്യം ചെയ്യരുതെന്ന്. എനിക്കത് ഇഷ്ടപ്പെട്ടു ബാലമാമേ. അമ്മായി എനിക്ക് തന്ന ആ ചെറിയ സ്ഥാനം ഞാനത് വഴി അമ്മായിയുടെ മനസ്സിലേക്ക് കയറും. നിങ്ങളെല്ലാരും അത് കാണുകയും ചെയ്യും. ഹേമ പറഞ്ഞതിന് ഇങ്ങനൊരു അർത്ഥമുണ്ടെന്ന് മോള് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ച്. ചാരുമോളെ, കല്യാണി മോളോട് ഇവിടെ വന്ന് നിൽക്കാൻ പറ. അവൾ ഇവിടെ നിന്ന് പഠിക്കട്ടെ. അത് വേണ്ട ബാലമാമേ. കല്യാണിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മായി അങ്ങനെ പറഞ്ഞോണ്ടൊന്നുമല്ല. അവളെ ഞാൻ തന്നെ പഠിപ്പിക്കുമ്പോഴാ എന്റെ മനസ്സിന് സന്തോഷം. കല്യാണി പഠിപ്പിക്കാൻ കാശ് വേണ്ട നിനക്ക്? എന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ മടിയാണെങ്കിൽ നീ ആകാശിനോട് ചോദിക്കേ, അവൻ തരുമല്ലോ. ശരിയാ ബാലമാമേ, ആ കുച്ചനോട് ചോദിച്ചാൽ തരും. പക്ഷെ വേണ്ട. അതിന് ഞാൻ വേറൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. എന്താ മോളെ? എന്ത് വഴി? അത് പറയാം. ഇപ്പൊ ഞാൻ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. എത്രയും വേഗം തീരുമാനിച്ചിട്ട് പറയാം. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നാ മോളെ. നമ്മുടെ ഈ കാശുണ്ടല്ലോ, കല്യാണം പഠിക്കട്ടെ, ഞാൻ നോക്കിക്കോളാം. വേണ്ട ബാലമാമേ, ഞാൻ പറയാം. ശരി, എന്നാ മോള് പോയി കിടന്നോ. ആകാശം അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ശരി ബാലമാമേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.